ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കുടുംബം വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടു. ഈ മകള് അവർ രണ്ടുപേരും ഗൾഫിലാണ്, വിദേശത്താണ്, മക്കളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവള് പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒരു ട്യൂബ് മാറ്റേണ്ടി വന്നു. പിന്നെ ഒരു ട്യൂബേ ഉള്ളൂ, കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ വിദേശത്ത് തിരിച്ച് നാട്ടിലേക്ക് പോരാൻ വേണ്ടി തീരുമാനമെടുത്തു. നാട്ടിൽ വന്ന് പിന്നെയും റെസിഗ്നേഷൻ ലെറ്ററൊക്കെ കൊടുക്കണം. നാട്ടിൽ വന്നു, ഇവിടെ വന്ന് ദൈവസന്നിധി കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അപ്പനും അമ്മയും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഈ മക്കളും കരഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവമക്കൾ അവർ സാക്ഷ്യപ്പെടുത്തുക. തിരിച്ചു ചെന്നു ആ മാസം തന്നെ അവൾ പ്രഗ്നൻ്റ് ആവുകയാണ്. ഹല്ലേലൂയ. അല്പം കൂടെ നല്ലൊരു കൈയടി ഈശോക്ക് കൊടുത്തേ. ഹല്ലേലൂയ. മക്കളെ, ഈ മകള് പിന്നെ പറഞ്ഞ കുറച്ച് സാക്ഷ്യങ്ങളുണ്ട്, നമ്മൾ കേട്ടാൽ വിശ്വസിക്കില്ല. ഈ പെങ്കൊച്ച് പറയും, ഇവളെ ചെവിക്കകത്ത് രണ്ട് ചെവിയിൽ ഹോളുണ്ടായിരുന്നു. ചെവി പഴുത്തു, ഇൻഫെക്ഷനായി, ഹോളായി. അത് സർജറി നടത്തുന്നു. ഡോക്ടർമാർ പറഞ്ഞു സർജറി ഫിക്സ് ചെയ്തു. ഇവള് തിരിച്ച് നാട്ടിൽ നിന്ന് അവിടെ എത്തി, സർജറിക്ക് വേണ്ടി ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ വീണ്ടും ഒരു സ്കാൻ കൂടി ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കൊടുത്തപ്പോൾ ഇത് പെർഫെക്റ്റ്ലി ഓക്കെ, ദർ ഇസ് നോ ഹോൾ, ദർ ഇസ് നോ നീഡ് ഓഫ് എ സർജറി. എൻ്റെ മക്കളെ, ദിസ് ഈസ് അവർ ഗോഡ്, ഹി വാക്സ്. ദൈവമക്കളെ, പെട്ടിക്കകത്ത് അടച്ചു വെച്ചിരിക്കുന്ന ദൈവമല്ലിത്. നീയുമായിട്ട് കൊച്ചു വീണാൽ അമ്മ ആലോചിക്കോ, കൊച്ചു വീണിട്ടുണ്ട്, ഇനിയിപ്പം എന്താണ് ചെയ്യേണ്ടത്, കൊച്ചു എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ഒരു അമ്മയുണ്ടോ ഈ കൂടുതൽ? ഇല്ല. കുഞ്ഞ് വീണാൽ അമ്മ ചാടിയിറങ്ങും, കൊച്ചിനെ കോരിയെടുക്കും, മുറിവുണ്ടെങ്കിൽ വെച്ച് കെട്ടും, മരുന്ന് വെക്കും, ചേർത്ത് പിടിക്കും, ഉമ്മ കൊടുക്കും, കരയണ്ടെന്ന് പറയും. നീയും നിന്റെ ദൈവവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒരമ്മയും ദൈവവും തമ്മിൽ. Can you feel your God as a mother? ഒരമ്മ കോരിയെടുക്കുന്നത് പോലെ കോരിയെടുക്കുന്ന ദൈവമായിട്ട് ഒരു അമ്മയായിട്ട് ദൈവത്തെ നിനക്ക് കാണാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മകളെ, ആദ്യം അത് സുഖപ്പെട്ടു. ഇനി മൂന്നാമത്തെ കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. ഭാര്യയും ഭർത്താവും കൂടെ ആൾക്കാരൊക്കെ വയ്ക്കും, നമുക്കിത് വിശ്വസിക്കാൻ ഇത് കേൾക്കുമ്പോഴാണ്. മൂന്നാമത്തെ ആൺകുട്ടി, അവൻ ആൻഡോ എന്ന് പേരിട്ട്, മൂന്നാമത്തെ ഒരു ആൺകുച്ചിനെ രണ്ടാമത്തെ ഒരു ആൺകുട്ടിയും കൂടെ കൊച്ചുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പെൺകുട്ടിയും ജനിച്ചു, രണ്ടാമത്തെ ആൺകുട്ടിയും. ഇവനാ കഴിഞ്ഞ ആഴ്ച ആൾക്കാരൊക്കെ ഹല്ലേലൂയ. മകളെ, ബിലീവ് ഇൻ ഈസ്റ്റർ. ഈ കുദാശകളൊക്കെ പറഞ്ഞു, കർത്താവിൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന ചോരയാണെങ്കിൽ അതിനപ്പുറത്ത് അത് ഈസ്റ്ററിൽ കുളിച്ച് നിൽക്കുന്നതാണ്. കുദാശകളെല്ലാം ഫ്രം ദ റിസറക്ഷൻ. ഈശോ ഉത്ഥാനം ചെയ്തു. അതാണ് എല്ലാ കുദാശകളുടെ അടിസ്ഥാനം. ഈശോ ഉത്ഥാനം ചെയ്തു. ഇതെൻ്റെയും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ദൈവമക്കളെ. എങ്കിൽ ഞാനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവില്ല, ഞാനും നിങ്ങൾ അസ്വസ്ഥപ്പെടില്ല, ഞാനും നിങ്ങൾ നിരാശപ്പെടില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമുക്ക് കർത്തൃധ്യാനം ഉണ്ടാകും. ഹല്ലേലൂയ. കർത്താവിനെ പറ്റി ധ്യാനിക്കണം പൊന്നുമക്കളെ. തമ്പുരാനെ പറ്റി ഏത് ദുരന്തമായിക്കൊള്ളട്ടെ, കർത്താവിനെ പറ്റി ധ്യാനിക്കണം. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. നമ്മൾ ഒത്തിരി കേട്ടിൽ വ്യാഖ്യാനങ്ങൾ അവിടെ ഒന്നും നിൽക്കുന്നില്ല. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. നമ്മുടെ വിഷയം ഇവിടെയാണ് നിൽക്കുന്നത്. ദൈവമക്കളെ, വല്ലാതെ വരണ്ടുപോയ, നമ്മൾ അഭിഷേക നിറവ് കൺവെൻഷൻ നിൽക്കുക, വല്ലാതെ ശൂന്യമായി പോയ, വരണ്ടുപോയ ജീവിതം, ഒന്നുമില്ല നിൽക്കുന്നത്. എനിക്കറിയാം, ഇവിടെ വീടില്ലാത്ത മക്കളുണ്ട്, വാടക വീട്ടിൽ കിടക്കുന്നവരുണ്ട്, ജപ്തി നോട്ടീസുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ദൈവമക്കൾ, നിങ്ങൾ നല്ല കാര്യം വെച്ചാൽ ജപ്തി നോട്ടീസുമായിട്ട് ഇവിടെയാണ് വരേണ്ടത്. ഇതുമായിട്ട് ബാങ്ക് മാനേജറുടെ മുമ്പിൽ പോയി ഇന്ന് കെഞ്ചുമല്ല ചെയ്യേണ്ടത്. നിൻ്റെ അയലോക്കംകാരുടെ മുമ്പിൽ പോയി കൈ നീട്ടുമല്ല നീ ചെയ്യേണ്ടത്. നിൻ്റെ ജപ്തി നോട്ടീസ് കൊണ്ടുവരേണ്ട ഇടവിധം. ഇന്ന് കൊണ്ടുവന്നിട്ടില്ല, അതൊരു നാളെ കൊണ്ടുവന്നു. ആരാധന സമയത്ത് പൊക്കി പിടിച്ചു, അത്ഭുതം കാണും. അടുത്ത കൺവെൻഷൻ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞു കാണും. Our God is so real. ദൈവം സത്യമാണ് മക്കളെ. He is so real. ഇത് കഥയല്ല, ഇത് ഫിലോസഫി അല്ല, ഇതൊരു തോന്നലല്ല. He is so real and he is so true. കർത്താവ് ഞാൻ സത്യമാണ് കർത്താവ് പറഞ്ഞതാ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിയേ, അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ദൈവമക്കളെ, ബൈബിൾ മുഴുവൻ നമ്മൾ കാണുന്നത് എന്തായിരുന്നു? ജ്ഞാനസ്നാനത്തിന് ഞാൻ പറഞ്ഞു പെട്ടെന്ന് വിട്ടുപോയി. ആരായിരുന്നു? പാപത്തിൽ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു. സങ്കീർത്തനം 51. അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു. പക്ഷെ ജ്ഞാനസ്നാനത്തിൽ ഞാൻ ആരായി? ദൈവകുമാരൻ. ദൈവകുമാരൻ. ദൈവമക്കളെ, ഓരോ കൂദാശയും ഓരോ അത്ഭുതമാ. ഓരോ കൂദാശയും ഓരോ അത്ഭുതമാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. You will never ever understand what you receive. പട്ടം കിട്ടിയപ്പോൾ ഞാൻ കുമ്പസാരിക്കുക. 24 കൊല്ലം. ഈ ഡിസംബറിൽ എൻ്റെ 25-ാം വർഷം ആരംഭിക്കുക. എൻ്റെ 25-ാം വർഷം ആരംഭിക്കുക. ഞാൻ ഇതുവരെ പൂർണ്ണമായിട്ട് എൻ്റെ പൗരോഹിത്യത്തെ മനസ്സിലാക്കിയിട്ടില്ല. പാവപ്പെട്ട മനുഷ്യർ കൗൺസിലിങ്ങിന് വന്ന് മുമ്പിയിരിക്കുമ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു കുടുംബം വന്നു. ഒരു ഹൈന്ദവ കുടുംബം, തകർന്ന് തരിപ്പണമായ കുടുംബം. 2 മക്കൾ. മൂത്ത പെൺകുട്ടി, അവൾക്ക് ഉന്നത വിദ്യാഭ്യാസം, ഭയങ്കര കഴിവുണ്ട്. ആ ഗൾഫ് രാജ്യത്ത്, അവൾ പറയുന്ന വാക്യം ഇതാണ്, ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന അവളാണ്, എന്ന് വെച്ചാൽ മലയാളികളുടെ കൂട്ടത്തിൽ. അങ്ങനത്തെ ഉയർന്ന അവസ്ഥ. ഇവൾ കല്യാണം കഴിച്ചു ഉയർന്ന വിദ്യാഭ്യാസമുള്ളൊരു യുവാവിനെ. ഹൈന്ദവ കുടുംബമാണ്. അവരുടെ വിവാഹം തകർന്നു. ഒരു കുട്ടിയായി അവർ വേർപിരിഞ്ഞു. ഡിവോഴ്സ് ആയിട്ടില്ല, 2ആയിട്ട് നിൽക്കുക. 2ാമത്തെ മോനെ കെട്ടിച്ചു. ഇതുപോലെ തന്നെ മക്കളെ നന്നായിട്ട് ഈ കുടുംബം പഠിപ്പിച്ചു. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അവരെന്നോട് പറയാം, ഞാൻ എങ്ങും പോവില്ല, ഞാൻ ഈശോ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ. ഈ മകനെ കെട്ടിച്ചു. 5-6 മാസമായി ആ കല്യാണവും തകർന്നു. ആ കല്യാണം അവളുടെ വഴിക്ക് പോയി. ഈ 2 ഈ പെങ്കൊച്ചും ആങ്കൊച്ചും പൊന്നുപോലത്തെ മക്കൾ. ഇവർ വന്ന് ചോദിച്ചു, അച്ഛാ എന്തെങ്കിലും ശാപമാണോ? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലെ എന്തെങ്കിലും ശാപമാണ്? മകളെ, എനിക്കറിയില്ല. ശാപത്തെപ്പറ്റി റിസർച്ച് ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ നടത്തിയ റിസർച്ചൊക്കെ ദൈവാനുഗ്രഹത്തെ പറ്റിയാണ്. ഞാൻ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവരുടെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നന്മയ്ക്കായിട്ട് മാറ്റും. ഇതെനിക്കറിയാം. നിങ്ങളുടെ കുടുംബം തകർന്ന ശാപം കൊണ്ടാണോന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ദൈവത്തിന് നിരക്കാത്തൊന്നും ചെയ്യല്ല. ഇതെല്ലാം കഴിഞ്ഞ് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. കാലേ തൊട്ട് വണങ്ങി ഇവർ എഴുന്നേറ്റിട്ട് ഈ അമ്മൻ്റെ മുമ്പിൽ കൈ കൂപ്പി എന്നോട് പറയാം, ഞാൻ രക്ഷകനെ ഇന്ന് കണ്ടിരിക്കുന്നു. എൻ്റെ ചങ്കത്ത് കുത്തുന്ന, ഐ നെവർ അണ്ടർസ്റ്റുഡ് മൈ പ്രീസ്റ്റ്ഹുഡ് ആസ് എ സേവിയർ. ഒരു പുരോഹിതൻ രക്ഷകനാണ്. 3 ആഴ്ച മുമ്പ് ഒരു ഹൈന്ദവ കുടുംബം വന്നിട്ട് എന്നെ പൗരോഹിത്യം എന്തെന്ന് പഠിപ്പിച്ചു. യു ആർ എ സേവിയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നില്ല ഞാൻ പഠിച്ച സെമിനാരി കാലത്ത് ഏതെങ്കിലും പ്രൊഫസർ പറഞ്ഞു നീ രക്ഷകനാണെന്ന്. എന്നോട് ആരും പറഞ്ഞിട്ടില്ല ദൈവമക്കളെ. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളു വല്ലാതെ കത്തി. ഞാൻ പൊങ്ങുവല്ല ചെയ്തത്, ഞാൻ താഴുവാ ചെയ്തത്. അമ്മ ത്രേസ്യ പറയുന്നൊരു കൊച്ചു വാക്യമുണ്ട്. വാക്യമല്ല, അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനയുടെ 4ാമത്തെ സ്റ്റേജ്. പ്രാർത്ഥനയുടെ 4ാമത്തെ സ്റ്റേജിൽ ആകാശത്തും മഴ പെയ്യുന്ന പോലെ ദൈവാനുഗ്രഹം ഫ്രീ ആയിട്ട് ഇടുന്ന 4ാമത്തെ സ്റ്റേജ്. 1ാമത്തെ സ്റ്റേജ് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന, എങ്ങനെയും കഷ്ടപ്പെട്ട് വെള്ളം കോരും. 2ാമത്തെ തൊട്ടിയും കയറും ഉപയോഗിച്ച് കോരുന്നതാണ്. 3ാമത്തെ തോട് വെട്ടുന്നതാണ്. 4ാമത്തെ പെരുമഴ. ഈ 4ആണ് പ്രാർത്ഥനാ രീതികൾ. വ്യാഖ്യാനിക്കാൻ സമയമില്ല. 4ാമത്തെ രീതിയിൽ അമ്മ അവസാനം പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ അനുഗ്രഹിക്കുന്നത്? എന്തിനാ ഈ അഭിഷേകം? ഞാൻ പൊട്ടക്കലവാ. നിന്റെ അഭിഷേകം എന്നിലേക്ക് ഒഴുകി വന്നാൽ ഈ അഭിഷേകമെല്ലാം ഒഴുകിപ്പോകും. വല്ല പുണ്യാളത്തെ നീ കണ്ടുപിടിക്കുക, വല്ല വിശുദ്ധനെ നീ കണ്ടുപിടിക്കുക. ഈ അഭിഷേകം, ഈ അനുഗ്രഹം നീ എനിക്ക് തരല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, വിശുദ്ധിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന അമ്മ ത്രേസ്യ, വിശുദ്ധിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന അമ്മ ത്രേസ്യ. ഞാൻ ഇന്നും ഇങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ തരണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ത്രേസ്യ പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരല്ലേ, ആർക്കേലും കൊടുത്തോ. എനിക്കിനി അഭിഷേകം തരല്ലേ, ആർക്കേലും കൊടുത്തോ. എനിക്കിനി ജ്ഞാനം തരല്ലേ, ആർക്കേലും കൊടുത്തോ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ കൂദാശകളെ പറ്റി പഠിപ്പിച്ചു തരിക. കുടുംബ ജീവിതത്തെ പറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ അധ്യായത്തിൽ പഠിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇതാ പറഞ്ഞു, വീഞ്ഞ് തീർന്നു പോയി. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? ഇതാ കുടുംബത്തിൽ ദൈവം സംസാരിക്കണം. മക്കളെ, എനിക്കും നിനക്കും എന്ത്?
എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. മക്കളെ, നമ്മൾ മറന്നു പോകുന്ന ഒരുപാട് കുടുംബജീവിതത്തിൽ ഒരുപാട് മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. വിവാഹനാളിൽ ശൂന്യമാണ് മക്കളെ, ഒന്നുമില്ല. ശൂന്യ ഭരണികളാണ് മണവാളനും മണവാട്ടിയും എന്നോർക്കണം. നമ്മൾ നിറഞ്ഞാ നിൽക്കുന്നതെന്ന്. പക്ഷേ ഓർക്കണം, നമ്മുടെ ഇല്ലായ്മ ശൂന്യത, വറ്റിയ കൽഭരണികളാണ് ഞങ്ങൾ എന്ന് ദൈവസന്നിധി വിവാഹനാളിൽ പറയണം. കർത്താവ് പറയും, ഭരണികളിൽ വെള്ളം കോരി നിറയ്ക്കുക. ദൈവങ്ങൾ വെള്ളം നിറയ്ക്കുക. അത് നിൻ്റെ സ്നേഹമായിരിക്കാം, അത് നിൻ്റെ വിശ്വസ്തതയായിരിക്കാം. ദൈവമക്കളെ, വക്കോളം നിറയ്ക്കണം. നിൻ്റെ സ്നേഹവും വിശ്വസ്തതയും ഒക്കെ വക്കോളം നിറച്ചു കഴിയുമ്പോൾ ഇതാവൻ പറഞ്ഞു, ഇനി അവയെല്ലാം വക്കോളം നിറച്ചു, ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുവൻ. ഇത് അവസാന വാക്യത്തിലേക്ക് വരും. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ദൈവമക്കളെ, ഇതുവരെ ഇല്ലാത്തൊരു ലഹരി നിന്റെ കുടുംബജീവിതത്തിൽ തരാൻ ദൈവത്തിന് കഴിയുമെന്ന്. വറ്റിപ്പോയി. എനിക്കറിയാം, 18 വർഷങ്ങൾ, വിവാഹം കഴിഞ്ഞ് 18 വർഷമായ ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. ആ ഭാര്യ എന്നോട് പറഞ്ഞു, എനിക്കൊരു പ്രതീക്ഷയുമില്ല. 18 വർഷങ്ങൾ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു, സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നു. അവൾ പറഞ്ഞു, കണ്ണീരല്ലാതെ ബാക്കിയൊന്നും ഉണ്ടായില്ല. കണ്ണീരല്ലാതെ ബാക്കിയൊന്നും ഉണ്ടായില്ല. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാനും വിശ്വസിച്ചില്ല. ഭർത്താവ് ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിപ്പോ, മക്കൾ സ്കൂളിൽ പോയി, ഭർത്താവ് ഭാര്യയെ വെളിയിൽ നിന്ന് പൂട്ടും. ഈ നൂറ്റാണ്ടിൽ കോട്ടയം ജില്ലയിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 18 വർഷങ്ങൾ കഴിഞ്ഞു, ഭാര്യയെ പൂട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഭർത്താവ്. ഉച്ച കഴിഞ്ഞ് ഇദ്ദേഹം 3-4 മണിയാകുമ്പോൾ ഊണ് കഴിക്കാൻ വരും. അപ്പോൾ തുറക്കും. കൊച്ചുങ്ങൾ അത് കഴിഞ്ഞോണ്ട് സ്കൂളിൽ നിന്ന് വരും. 18 കൊല്ലത്തെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കണേ. മെച്ചപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുക. ദൈവമകളെ ഒന്ന് ഓർത്തു, നിൻ്റെ ഭർത്താവ് എത്ര നല്ലതാണെന്നും കൂടെ ഈ കൂട്ടത്തിൽ ഓർത്ത് വെച്ചു. ദൈവമകളെ, ഇനി നന്നാവില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ദൈവമക്കളെ, നീ എപ്പോൾ നിന്റെ വിവാഹ ജീവിതത്തെ പറ്റി ബോധ്യമുണ്ടാകുന്നുവോ ആ സമയത്താണ് നിന്റെ വിവാഹം. 18 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് നിന്റെ വിവാഹമല്ലായിരുന്നു. അവിടെ നീ കൂദാശ സ്വീകരിച്ചിട്ടില്ല. നീ കൂദാശ സ്വീകരിക്കുന്നത് ഈ ഒരു ബോധ്യത്തിലേക്ക്, ഇന്നും ശൂന്യമായ വരണ്ടിരിക്കുന്ന എൻ്റെ കുടുംബജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം ഒഴുകുമെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിന്റെ 19-ാം അധ്യായത്തിൽ കുടുംബ ജീവിതത്തെ പറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് 19:6. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. പിതാക്കന്മാർ നൽകുന്നൊരു വ്യാഖ്യാനമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയും, ദൈവം യോജിപ്പിച്ചത് ആരെ? ഭാര്യയും ഭർത്താവിനെയും. ദൈവമക്കളെ, പിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം നിങ്ങളെ സ്വർഗ്ഗവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. എന്നും നിന്റെ കുടുംബ ജീവിതത്തിന് സ്വർഗ്ഗവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോ ആ സമയത്ത് നിന്റെ കുടുംബത്തിൽ തകർച്ച ആരംഭിക്കും. നിന്റെ കുടുംബം കൂദാശ അല്ലാതായി തീരും. ഈ കൂദാശയുടെ കരുത്ത്, ഈ വിവാഹ ജീവിതം, നിന്റെ ദൈവത്തിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു പുഴ, അതിനെ നീ അണകെട്ടി മാറ്റി നിർത്തി. ആ പുഴ അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകണ്ട എന്ന് നീ തീരുമാനിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ബലം നഷ്ടപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, സ്വർഗവുമായിട്ടുള്ള ബന്ധമാണ് പ്രധാനപ്പെട്ടത്. ഞാനൊക്കെ അടുത്ത കാലത്ത് പ്രാർത്ഥിക്കാൻ വന്ന മറ്റൊരു കുടുംബം, ഈ മകള് 3 കൊച്ചുങ്ങൾ. ഇളയ കുട്ടിക്ക് എനിക്കൊന്ന് 2 വയസ്സ് 3 വയസ്സ് പ്രായമേ ഉള്ളൂ. 3 മക്കളുടെ അമ്മ. 3 വയസ്സ് മറ്റുള്ള കുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് 9-ാം വർഷം ഇദ്ദേഹം എന്തോ ഓട്ടോറിക്ഷ ഡ്രൈവറോ മറ്റുമായിരുന്നു. ഒരു അപകടത്തിൽ അങ്ങ് മരിച്ചുപോയി. ഈ കൊച്ചാണ്, ഇവൾ വെളിയിലിറങ്ങി പരിചയമില്ല. കുഞ്ഞുങ്ങൾ 3 പേര്. അമ്മയുണ്ട്, അമ്മ രോഗിയാണ്. ആങ്ങളമാരൊക്കെ ഉണ്ട്, മറ്റേ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. ആരും തിരിഞ്ഞു നോക്കില്ല. കാരണം വിധവയായ പെണ്ണിനെ നോക്കാൻ പോയാലേ കാര്യം പ്രശ്നമാകും. ഉള്ളതെല്ലാം കൊടുക്കേണ്ടി വരും, ഇല്ലാതാകും. ഇവൾ പറയാച്ചാ, ഞാൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടാൻ പോയില്ല. പക്ഷേ എൻ്റെ നല്ല ദൈവം, എൻ്റെ നല്ല ദൈവം, എനിക്കൊന്ന് മൂത്ത കുട്ടിക്ക് ഇപ്പോൾ ഏതാണ്ട് 8 വയസ്സ് പ്രായമായി. എൻ്റെ നല്ല ദൈവം. അവൾ ഇസ്രായേലിന് പോകാൻ വേണ്ടി പോവുക.
ഇപ്പോൾ വീസ തടസ്സോ അതൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വന്ന ഈ വിഷയം പറയാൻ വന്നൊന്നുമല്ല. അവൾ വിവരങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവൾ പറഞ്ഞതാ, എൻ്റെ നല്ല ദൈവം ഇന്ന് വരെ. അവൾ നേഴ്സൊന്നുമല്ല, എന്തോ ഒരു ജോലിക്ക് അവൾക്ക് അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടി, അതെല്ലാം റെഡിയായി. അവൾ ഇസ്രായേലിന് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൾ പറഞ്ഞു, എൻ്റെ നല്ല ദൈവം എനിക്കൊരു കുറവും തന്നില്ല. ദൈവമക്കളെ, നിന്റെ കുടുംബ ബന്ധം ദൈവം യോജിപ്പിച്ച്, ദൈവം സ്വർഗവുമായിട്ട് യോജിപ്പിച്ചതാ. സ്വർഗവുമായിട്ടുള്ള നിന്റെ ബന്ധം നഷ്ടപ്പെടുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ തകർച്ച വരുന്നത്. ഹല്ലേലൂയാ. നിന്റെ കുടുംബ ജീവിതത്തിന്റെ നിറവ് തികവ് എന്ന് പറയുന്നത് നിനക്ക് സ്വർഗവുമായിട്ടുള്ള ബന്ധമാ. ഇന്നലെ ഒരു മകള്, അവൾ 8 മാസം പ്രഗ്നന്റാ. അവളും അമ്മയുള്ളു വീട്ടിൽ, ബാക്കിയെല്ലാം ജോലിക്ക് പോകും, അവരൊക്കെ പോകും. ഈ മകള്, അവൾ ആദ്യത്തെ പ്രസവമാണ്. അവൾക്ക് ഭയങ്കര പേടിയാണ്. എന്നിട്ട് ഇവള് പറയുക, രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. ഈ പൂർണ്ണ ഗർഭിണിയായി 8 മാസം പ്രഗ്നൻ്റായിട്ട് കൊച്ചിനെയും വയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പെങ്കൊച്ച് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് അമ്മയും മോളും കൂടെ എഴുന്നേൽക്കും. 2 പേരും കൂടെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് 4 കൊന്ത, പള്ളിയിൽ ഒരു ദിവസം ഞാൻ അറിയാതെ വിളിച്ചു പറഞ്ഞു പോയി, മിനിമം ക്രിസ്ത്യാനി ഒക്ടോബർ മാസം 4 കൊന്ത ചൊല്ലണമെന്ന്. ഒരു മിനിമം ക്രിസ്ത്യാനി, അത് ക്രിസ്ത്യാനി എന്ന് പറയണമെങ്കിൽ ഒക്ടോബർ മാസം 4 കൊന്തെങ്കിലും ചൊല്ലാത്തവർ ക്രിസ്ത്യാനികളല്ല. ഹല്ലേലൂയാ. എന്താ വല്ലാതെ ദേഷ്യപ്പെട്ട് എന്നെ നോക്കുന്നത്? അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ? പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരു മിനിമം ക്രിസ്ത്യാനി 4 കൊന്തെങ്കിലും, 3 കൊന്തയില്ലേ ക്രിസ്ത്യാനിയല്ല നീ. ഒരു മിനിമം ക്രിസ്ത്യാനി 4 കൊന്തയിലും ചൊല്ലണമെന്ന് ഞാൻ ഒക്ടോബർ ആദ്യത്തെ ആഴ്ച പറഞ്ഞു. ഈ പെണ്ണിൻ്റെ അമ്മ അവിടെ വന്നിട്ടുണ്ട്. അവൾ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ്. ദൈവമക്കളെ, സ്വർഗവുമായിട്ടുള്ള ലിങ്കാണ്, സ്വർഗവുമായിട്ടുള്ള നിന്റെ ബന്ധം, നിന്റെ കുടുംബ ജീവിതം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നോക്കിയ തുടർന്ന് നമ്മൾ കാണാം, മേൽത്തരം വീഞ്ഞ് അവിടെ ഒഴുകാൻ തുടങ്ങുക. എപ്പോഴും ദൈവവുമായിട്ട് സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുമ്പോഴോ അപ്പോഴാണ് നിന്റെ കുടുംബജീവിതം കൂദാശയാവുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2-ാം അധ്യായത്തിൽ അത് പറഞ്ഞ് യോഹന്നാൻ അപ്പോസ്തലൻ. ഇത് 21-ാം അധ്യായത്തിലെ പൗരോഹിത്യത്തെ പറ്റി അവസാനത്തെ അധ്യായം നോക്കിക്കേ. ഉണങ്ങി വരണ്ട പൗരോഹിത്യം. ദൈവമേ, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിച്ചേക്കല. അങ്ങനത്തെ പൗരോഹിത്യം ഉണ്ട് മക്കളെ, ഉണങ്ങി വരേണ്ട പൗരോഹിത്യമുണ്ട്. യോഹന്നാൻ അത് എഴുതി വെച്ചിരിക്കുക. ശിമിയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സെബദീ പുത്രന്മാരെ യാക്കോബ്, യോഹന്നാൻ, പിന്നെ 2 ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുന്നപ്പോൾ അവർ പറഞ്ഞു, ശിമിയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കുർബാന ചൊല്ലുന്ന പാർട്ടീസാ. പോവുക. ദൈവമക്കളെ, മെത്താനച്ചൻ തലയെ കൈവെക്കുമ്പോഴല്ല, നീ കാസിയെടുക്കുമ്പം നിന്റെ കൈ വിറയ്ക്കുമ്പോഴാണ്, നിന്റെ കൈകളിലൂടെ ഈശോയുടെ രക്തം ഒഴുകുമ്പോഴാണ്, നീ കുർബാന ചൊല്ലുമ്പോൾ ഈശോയുടെ മുറിപ്പാടുകളെ ധ്യാനിക്കാൻ നീ തുടങ്ങുമ്പോഴാണ് നീ ഒരു പുരോഹിതനാവുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചെണ്ടമേളങ്ങളുടെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നീ സ്വീകരിക്കുന്നത് ഒരു സൂചന മാത്രമാണ്. നാളുകൾ കഴിഞ്ഞ് കുരിശിൽ കിടന്ന് നീ തുടങ്ങിക്കഴിയുമ്പോൾ, കുരിശിൽ കിടന്ന് നീ വേദനിച്ച് തുടങ്ങുമ്പോഴാണ് നിന്റെ പൗരോഹിത്യമാകുന്നത്. ഉദാശകളെ പറ്റി അപ്പോസ്തലൻ പഠിപ്പിന്ന് കേട്ടോ. ഇതാ അവർ പറഞ്ഞു, ഞങ്ങൾ പോവുകയാ, ഞങ്ങൾ നിന്റെ കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. തിരുവചനം പറയുന്നത് എന്ത് രസമാണ് യോഹന്നാൻ എഴുതുന്നത്. അവർ പോയി വള്ളത്തിൽ കയറി, പഴയ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. അവങ്ങൾ ക്ഷമിക്കണം, കൂദാശകളെ പറ്റി പറയാൻ പറഞ്ഞുകൊണ്ടാണ്. തിരുപ്പട്ടം ഒന്ന് കൂദാശയെ പറ്റി ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ആ രാത്രിയിൽ ഒന്നും കിട്ടുക. സഭയില്, ദൈവ ശുശ്രൂഷകളില് ഒന്നും കിട്ടാത്ത ദിവസങ്ങളുണ്ടെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ശുശ്രൂഷകളൊക്കെ വെറുതെ ആയി പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടാത്ത നിമിഷങ്ങളിൽ സഭയുടെ ശുശ്രൂഷകൾ അത് പ്രവർത്തന ഫലമുണ്ടാകുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ. മക്കളെ, വെറുതെ പോയി ചാരി നിന്നിട്ട് വന്നിട്ട് കാര്യമില്ല മക്കളെ. ഹൃദയം നുറുങ്ങി. അടുത്ത വാക്യം ഇതാണ്, ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് അവരറിഞ്ഞില്ല. നോക്കിക്കേ, ഞാൻ പറഞ്ഞല്ലോ, ഈ 24-ാം വർഷത്തിലാണ് ക്രിസ്തുവിനെ അല്പം കൂടെ അടുത്ത് മനസ്സിലാക്കുന്നത്.
ഈ 24-ാം വർഷത്തിലാണ് പൗരോഹിത്യത്തിന്റെ കരുത്ത് അല്പം കൂടെ മനസ്സിലായത്. ഈശോ വന്ന് മുമ്പിൽ നിന്നിട്ട് പലപ്പോഴും ഞാനും അറിയാതെ പോയിട്ടുണ്ട് മക്കളെ. ഈശോ വന്ന് മുമ്പിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ട് പലപ്പോഴും ഞാൻ കേൾക്കാതെ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, എൻ്റെ പൊന്നു തമ്പുരാൻ അതാ കൂദാശ ജ്വലിക്കുക, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? അവ പറഞ്ഞു, ഇല്ല. അവൻ പറഞ്ഞു, വലതുവശത്ത്. ഇടതേ കൂട്ടത്തിൽ അല്ല നിൽക്കേണ്ടത്, വലതേ കൂട്ടത്തിൽ നിൽക്കുക. അന്തിമനാളിൽ വാനം മേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ അവൻ വലതുവശത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേൻ. ഇടതുവശത്തുള്ളവരോട് അവൻ പറയും, എന്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ വരുവേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇടതാ നിൽക്കുന്നതെങ്കിൽ വലതോട്ടും മാറാനുള്ള സമയമായത്. ഇതാ തിരുവചനം പറയുകയാ, വലതേക്ക് നീക്കി വല വീശുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു നോക്കിയ മക്കളെ, ഒന്നുമില്ലാതിരുന്ന വള്ളത്തിൽ നിറച്ചു. നിന്റെ ഉണങ്ങിയ വരണ്ട ശൂന്യമായ പൗരോഹിത്യത്തിലേക്ക് ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ നിറഞ്ഞ വള്ളമായി, നിറഞ്ഞ സഭയായി നിന്റെ പൗരോഹിത്യം മാറുമെന്ന്. ഹല്ലേലൂയ. അഭിഷേക നിറവിതാ മക്കളെ. പൗരോഹിത്യത്തിനും വേണം ഈ അഭിഷേക നിറവ്. വള്ളം നിറഞ്ഞു. അപ്പോൾ അടുത്ത വാക്യങ്ങൾ കേട്ടോ. നിങ്ങളോട് പറയേണ്ടതല്ല, പരിശുദ്ധാത്മാവ് തന്നോട് ഞാൻ വീണ്ടും പറയും. എനിക്ക് എൻ്റെ ബുദ്ധി പറയുന്നത് പറയില്ലെന്ന്, പക്ഷേ ഞാൻ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. യേശു സ്നേഹിച്ചെന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, ദിസ് ഈസ് ദ ലോർഡ്. വാസി ലുസേന്യ, നോക്കുക കർത്താവിനെ. യോഹന്നാന് പിടികിട്ടി, കാരണം ചങ്കേച്ചാരി കിടന്ന് പഠിച്ച പൗരോഹിത്യമാണ്. അവൻ്റെ സെമിനാരി പഠിത്തം മുഴുവൻ കർത്താവിൻ്റെ ചങ്കേച്ചാരിയായിരുന്നു. അവന് പിടികിട്ടി അത് കർത്താവ്. അടുത്ത വാക്യങ്ങൾ കേട്ടുള്ളൂ. താൻ കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമിയോൻ പത്രോസ് താൻ നഗ്നനാണെന്ന് പറഞ്ഞുകൊണ്ട് പുറം കുപ്പായമെടുത്ത് കടലിലേക്ക് ചാടി. മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചു കൊണ്ടുവന്നു. ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. അവസാന വാക്യത്തിലേക്ക് വരിക, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരാരും അവനോട് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവരറിഞ്ഞിരുന്നു. പൗരോഹിത്യത്തെ കുർബാനയിലേക്ക് കർത്താവ് കൊണ്ടുവരിക. പൗരോഹിത്യത്തെ കുർബാനയിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. ആ അപ്പം കാണുമ്പോൾ അന്ന് അവന്റെ കയ്യിലിരുന്ന് വിറയ്ക്കുന്ന കയ്യിലിരുന്ന മുറിക്കപ്പെട്ട അപ്പത്തെ പറ്റി, ആ പെസഹ രാത്രിയിലെ അപ്പത്തെ പറ്റി അവർക്ക് ഓർമ്മ വന്നു. അവിടെ അഗ്നി ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുമ്പോഴാണ് നിനക്ക് അഭിഷേകത്തിന് നിറവുണ്ടാവുന്നത്. ഹല്ലേലൂയ. ബലിയെ പറ്റിയുള്ള ഓർമ്മ അവരുടെ മനസ്സിലേക്ക് വന്നു. അവൻ അപ്പം വെച്ച് നീട്ടിയ, അവൻ ആ രാത്രിയിൽ പിടിക്കപ്പെട്ട, അവൻ കുരിശിലേക്ക് പോയ, അവൻ കുരിശിൽ മരിച്ച അനുഭവങ്ങൾ അവരുടെ ഓർമ്മയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, തിരുവചനം തുടർന്ന് പറയുന്ന ഒരു വാക്യം, ഒറ്റ വാക്യത്തിൽ ഞാൻ നിർത്തിക്കൊള്ളാം. അവൻ ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ, ഈ ഒരു ഉടമ്പടി ബന്ധം നമ്മൾ തുടർന്ന് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും കൂദാശകളും വ്യക്തികളെയും കൂടെ നമ്മളിത് പരിചയപ്പെടാൻ പോവാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. രാത്രിയുടെ യാമത്തിൽ വരുന്ന നിക്കോദേമോസ് എന്നൊരു മനുഷ്യൻ. ശരിയാണോ തെറ്റാണോ എന്നറിയാതെ ഒരു ശൂന്യത അനുഭവിക്കുന്ന മനുഷ്യൻ. ദൈവപൈതലേ, ഇന്ന് ഈ കൂടാരത്തിലേക്ക് നീ വന്നിരിക്കുന്നത് ഒരു ശൂന്യതയുടെ അനുഭവത്തിലാണ്. കർത്താവ് പറഞ്ഞു, വീണ്ടും ജനിക്കാതെ ഒരുവന് ദൈവരാജ്യം കൈവശപ്പെടുത്താൻ പറ്റില്ല. കൂദാശയിൽ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവമുണ്ടെന്ന്. ഞാനെന്ന പുരോഹിതൻ മരിക്കണം, ഞാനെന്ന പുരോഹിതൻ വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ ഒരു മരണം നടക്കണം. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഒരു മരണം നടക്കണം. ഇന്നലെ വരെ ശരിയെന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾ സമ്മതിക്കണം. കർത്താവ് കാണിച്ചു തരുന്ന ശരികളിലേക്ക് മക്കൾ പോകണം. ഹല്ലേലൂയ.